പരസ്പരം ക്ഷമിച്ചാൽ, ഈ അക്ഷമയുള്ളിടത്താണ് പ്രശ്നങ്ങളുള്ളത്. നമ്മളിപ്പോൾ ഒരു വാഹനമായിട്ട് പോയി നമ്മുടെ വാഹനത്തിൻ്റെ മിററിൽ ജസ്റ്റ് ഒന്ന് സ്ക്രാച്ചായി, അപ്പം കാണാം നമ്മുടെ സ്വഭാവം. നമ്മൾ ചാടി ഇറങ്ങി, ആരാടാ നീ, എവിടെ നിന്നാടാ നോക്കിക്കൊണ്ട് വണ്ടി ഓടിക്കുന്നത്? അവൻ മനഃപൂർവ്വം സ്ക്രാച്ചാക്കിയല്ല. ഇനി ഒരുത്തൻ മനഃപൂർവ്വം അങ്ങനെ സ്ക്രാച്ചാക്കിയെന്ന് വെച്ചോ, എന്നാലും ഇന്നല്ലാഹ മഅ സ്വാബിരീൻ, അള്ളാഹു തആല ക്ഷമാശീലർക്കൊപ്പമാണ്, അവൻ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ എന്ന് പറയാനെങ്ങാനും എനിക്കോ നിങ്ങൾക്കോ ഒരു മനസ്സുണ്ടെങ്കിൽ അള്ളാഹു നമുക്കെല്ലാം പുറത്തു തരുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഏറ്റവും വലിയ ആത്മീയത എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ളതാണ്. ഏറ്റവും വലിയ ആത്മീയത എന്താ? നിസ്കാരോ, ഭയങ്കര ദാനധർമ്മോ, ഹജ്ജ് ചെയ്യാൻ പോലോ, മുസ്ലിയാരായിട്ട് പ്രസംഗിക്കലോ, എന്താണ് ഏറ്റവും ഇബാദത്ത്? പാതിരാത്രികളിൽ നിന്ന് നിസ്കരിക്കുകയോ, ഒരുപാട് സ്വലാത്തിൽ ഖുർആൻ ഓതലോ. ഏറ്റവും വലിയ ആത്മീയത എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവർക്കും വിട്ടു. ഇത് വലിയ പ്രയാസമാണ്. എനിക്ക് പ്രയാസമുള്ള കാര്യമാണ്, നിങ്ങൾക്കാർക്കും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അതായത് നമ്മളോട് തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുക, വിടുതി ചെയ്യുക എന്ന് പറഞ്ഞാൽ അതാണ് ആത്മീയതയുടെ ഏറ്റവും അമൂർത്തമായ, ഏറ്റവും സമുന്നതമായ, ഹൈ ക്ലാസ്, ഫസ്റ്റ് ക്ലാസ് പൊസിഷൻ. അതാണ് തെറ്റ് ചെയ്യും, നമ്മളോട് തെറ്റ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങളൊക്കെ ഇവിടെ കുറേ, ഞാനൊക്കെ നല്ല ആളുകളായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു, പക്ഷേ നമ്മുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ചിലരോട് ദേഷ്യം ഉണ്ടാവും. ദേഷ്യം അതില്ലാത്തൊരു മനസ്സുണ്ടോ? അതില്ലാത്തൊരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് സ്വർഗം എളുപ്പമാവും, ഖബറിൽ എളുപ്പമുണ്ടാവും, അതുപോലെ ആഖിറത്തിൽ എളുപ്പമുണ്ടാവും. അതില്ലാത്തൊരു മനസ്സാണ് എൻ്റെ മനസ്സെങ്കിൽ എൻ്റെ ആഖിറത്തിലെ കാര്യം വലിയ പാടാണ്, എൻ്റെ ഖബറിലെ കാര്യം വലിയ പാടാണ്, എൻ്റെ പരലോകത്തെ കാര്യം വലിയ പ്രയാസമാണ്. ഇന്നല്ലാഹ അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ